ഒരു രക്ഷയില്ല സാർ. ആ SI ഭയങ്കര സാധനമാണ്. ഞാൻ കാല് പിടിച്ചു നോക്കി. ബഷീറിനൊന്ന് കാണാൻ പോലും അയാൾ സമ്മതിച്ചില്ല. ആവശ്യമില്ലാതെ വക്കീലിനെ വാശി കയറ്റുണ്ടായിരുന്നു. വക്കീലോ? വാശി? ഇന്നലെ പറഞ്ഞത് സാറിന് ഓർമ്മയില്ല. സാറ് ഭയങ്കര ഫിറ്റായിരുന്നു. അതിന് വക്കീൽ ഈ അറസ്റ്റ് എന്തോന്നാ ബന്ധം? ബഷീർ ക്യാപ്റ്റനെ ആക്രമിച്ചു എന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടില്ല. ബഷീറിനെ കപ്പലിൽ നിറക്കാൻ വേണ്ടി ചമച്ചൊരു കെട്ടുകഥയാ. അതിന്റെ പിറകില് ആ വക്കീലിന്റെ ബുദ്ധിയാ. സാർ ആ കമ്മീഷണർ കാത്തിയാൻ സാർ ഒന്ന് വിളിച്ച് അങ്ങനെ വിചാരിച്ചാൽ നടക്കൂ. നീ ആ ഫോൺ എടുത്തേ. ഹലോ, കമ്മീഷണർ ഉണ്ടോ? ഇല്ലേ? ഞാൻ ഒരു സുഹൃത്താ. ഇല്ല, ഞാൻ പിന്നെ വിളിച്ചോളാം. കമ്മീഷണർ ഇല്ല, രാത്രിയിലെത്തൂ. സർ, ഞാൻ സ്റ്റേഷനിലുണ്ടായിരുന്നപ്പോ ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയിലെ ഒരു വെങ്കിട്ടരാമൻ ബഷീറിനെ കാണാൻ വന്നിരുന്നു. വെങ്കിട്ടരാമൻ? ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനിയോ? അയാൾ ബഷീറിനെ കണ്ടോ? ഇല്ല, ആരോ ബസ് കത്തിച്ചെന്ന് പറഞ്ഞ് ഫോൺ വന്നു. SI ഉടനെ പുറത്തേക്ക് പോയി. അതുകൊണ്ട് കാണാൻ സാധിച്ചില്ല. വെങ്കിട്ടരാമൻ, ഡയമണ്ട് ഇൻഷുറൻസ് കമ്പനി. ഹലോ, ട്രങ്ക് ബുക്കിംഗ്. ദിസ് ഈസ് 345426. I have booked a call to Bombay. Ticket number B6. Can you tell me the position? 12ാമത്തെ കോളോ? 1 മണിക്കൂർ എടുക്കുന്നോ? ഉത്തമ, നിങ്ങൾ പോയിക്കോ. ഞാൻ ഹെഡ് ഓഫീസിലേക്ക് ഒരു കോൾ ബുക്ക് ചെയ്തിട്ടിരിക്കുക. കിട്ടാൻ അല്പം വൈകും. ഓഫീസ് ഞാൻ പൂട്ടിക്കോളാം. നീ രാവിലെ വീട്ടിൽ വന്ന് താക്കോല് വാങ്ങിച്ചോ. ശരി സർ. ആ, ഹലോ, എയർപോർട്ട് എൻക്വയറി ആണോ? നീ അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ടാ വീട്ടിൽ പോലും കയറാതെ ഞാൻ നേരെ ഇങ്ങോട്ട് പോകുന്നത്. എന്താ അത്ര അത്യാവശ്യം? എനിക്ക് പറയാം. നമ്മുടെ ബഷീർ എങ്ങനെയുണ്ട്? എന്താ കാര്യം? ഒന്നുമില്ല, വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഈ ബഷീർ ക്യാപ്റ്റനെ ആക്രമിച്ചു എന്ന് പറയുന്നത് കേട്ടിട്ട് എനിക്ക് എത്ര വിശ്വാസം പോരാ. ഡാ നിന്റെ ഈ വേലയൊന്നും എന്റെ അടുത്ത് ഇറക്കണ്ട. എനിക്ക് ഇന്നലെ മനസ്സിലായി ഈ സംഭവം നിന്റെ കുരുട്ട് ബുദ്ധി ഉദിച്ചതാണെന്ന്. പിന്നെ ഞാനൊന്നും അറിഞ്ഞില്ല എന്ന് ഭാവിച്ചെന്നേ ഉള്ളൂ. അല്ല, എനിക്കൊന്നും അറിയില്ല. ഒന്ന് പോടാ. നിന്റെ അത്രയില്ലെങ്കിലും അല്പം തലച്ചോറ് എനിക്കുമുണ്ട്. KRF 3577 അഡ്വക്കേറ്റ് ഭാസ്കരപിള്ളയുടെ കാറ് വാർഫി കിടക്കുന്നതേ ഞാൻ കണ്ടു. അതുകൊണ്ട് നീ വലിയ ബുദ്ധിമാനാണെന്ന് കരുതി ജലിയണ്ട. ആ ശരി, സമ്മതിച്ചു. ഞാൻ തർക്കിക്കുന്നില്ല. പിന്നെ നീ ബഷീറിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഞാൻ ഓർത്തത്. അവനെ കാണാനെന്നും പറഞ്ഞ് 1-2 പേരൊന്ന് സ്റ്റേഷനിൽ വന്നിരുന്നു. ഒന്നൊരു മുസ്ലിം സംഘടനക്കാരൻ. അവനെ കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഒരു ഫ്രോഡാണെന്ന്. അവനെ വരട്ടി ഓടിച്ചു. പിന്നെ വന്നത് ഒരു സാമിയാണ്. ഇയാളെന്തിനാ ബഷീറിനെ കാണാൻ വന്നത്? അത് പറയാൻ തുടങ്ങിയപ്പോഴാ ജാഥക്കാര് ബസ്സിന് തീവച്ചെന്നും പറഞ്ഞ് എനിക്ക് ഫോൺ വന്നത്. അതുകൊണ്ട് കേൾക്കാൻ പറ്റിയില്ല. നമുക്ക് ഈ സാമി ഒന്ന് കാണണം. ഹലോ, അഡ്വക്കേറ്റ് ഭാസ്കരപിള്ള ഹിയർ. സാമി ഉണ്ടോ അവിടെ? ഓ, താങ്ക് യു. അയാൾ ഓഫീസിൽ കാണും. നമുക്ക് അങ്ങോട്ട് പോവാം.